ഹായ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് കുറച്ച് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മീഷോന്ന് നല്ല അഫോർഡബിൾ പ്രൈസിന് വാങ്ങിയിട്ടുള്ള കുറച്ച് കിച്ചൺ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഞാൻ ഈ പ്രോഡക്റ്റൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് മീഷോയിൽ ഓഫർ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ റേറ്റിനാണ് എനിക്ക് ഈ പ്രോഡക്റ്റൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഏതൊക്കെ പ്രോഡക്റ്റ് ആണെന്നും അതിൻ്റെ റേറ്റ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ആയിട്ട് ഞാൻ ഈ ഒരു ബോക്സ് പൊട്ടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇത് നല്ല അടിപൊളിയായിട്ട് ഒരു പാക്കിങ്ങിലാണ് ഈ പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്. അവർ നല്ല രീതിയിൽ പാക്കിങ് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രോഡക്റ്റ് കേടൊന്നും വരാതിരിക്കാൻ വേണ്ടി അത്രയും നല്ല സെക്യൂർ ആയിട്ടാണ് അവർ അയച്ചിട്ടുള്ളത്. ഇത് ആക്ച്വലി ഒരു കോംബോ പാക്കാണ്, ഒരു പ്രോഡക്റ്റ് അല്ല, കുറച്ചധികം പ്രോഡക്റ്റ് ഇതിൽ വരുന്നുണ്ട്. ഫസ്റ്റായിട്ട് ഞാൻ പുറത്തേക്ക് എടുക്കുന്നത് ഓയിൽ ഡിസ്പെൻസറിൻ്റെ സ്പ്രേ ആണ്. ഓയിൽ സ്പ്രേ ഉണ്ടല്ലോ അത്, പിന്നെ ഫെന്നൽ, പിന്നെ അതുപോലെ തന്നെ 2 ഓയിൽ ഡിസ്പെൻസർ വാങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല രീതിയിൽ അവർ സെക്യൂർ ചെയ്തിട്ടാണ് അയച്ചിട്ടുള്ളത്. ഇത് ഗ്ലാസ് ജാർസാണ് വരുന്നത്, അതായത് ഓയിൽ ഡിസ്പെൻസറിൻ്റെ തന്നെ ഗ്ലാസിൻ്റെതാണ് വരുന്നത്. പിന്നെ അതുകൂടാണ്ട് ഇതിൽ ഒരു താങ്ക് യു കാർഡും കൂടി അവർ വെച്ചിട്ടുണ്ട്, മീഷോൻ്റെ തന്നെ. ഇതിൽ മീഷോയിൽ എങ്ങനെയാണ് റേറ്റിംഗ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു താങ്ക് യു നോട്ടാണ് ഇത്. ഞാൻ ഒന്നിൽ കൂടുതൽ തവണ മീഷോന്ന് പർച്ചേസ് ചെയ്തതുകൊണ്ട് തന്നെ അവരൊരു താങ്ക് യു കാർഡ് അയച്ചത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു താങ്ക് യു കാർഡാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത് കിട്ടിയപ്പോൾ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവരൊരു ഫ്രീ ആയിട്ട് ചെറിയൊരു ഹുക്കും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ ഓയിൽ ഡിസ്പെൻസർ ഒന്ന് പാക്കേജ് പൊളിച്ചിട്ട് നമുക്ക് കാണാം. ഇതൊരു 500 ml കപ്പാസിറ്റിയിൽ വരുന്ന ഓയിൽ ഡിസ്പെൻസറാണ്. ഓയിൽ ഡിസ്പെൻസർ തന്നെ നമുക്ക് സ്റ്റീലിൻ്റെതും പ്ലാസ്റ്റിക്കിൻ്റെതും അതുപോലെ ഒരുപാട് മെറ്റീരിയലായിട്ട് നമുക്ക് മീഷോന്ന് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഞാനിപ്പം വാങ്ങിച്ചിട്ടുള്ളത് ഗ്ലാസ് ബോട്ടിലാണ്. അതും 500 ml കപ്പാസിറ്റി വരുന്ന 2 ഗ്ലാസ് ബോട്ടിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഞാനിത് കുറേ ആയിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് കാർട്ടിൽ ഇട്ട് വെച്ചിരുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ഇത് നല്ലൊരു ഓഫറിനായിട്ട് കിട്ടിയത് കൊണ്ട് കുറച്ച് കൂടുതൽ ഐറ്റംസ് ഉണ്ടല്ലോ, അങ്ങനെയാണ് ഞാനിത് വാങ്ങിക്കുന്നത്. കണ്ടില്ലേ, നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള ഒരു ഗ്ലാസ്സാണ് ഇതിന് വരുന്നത്. ഇതാകുമ്പോൾ നമുക്ക് പിന്നെ ഓയിൽ എത്ര ആയിട്ടുണ്ട് എന്നുള്ളതും പെട്ടെന്ന് കാണാൻ പറ്റും. ഇത് ഓയിൽ എത്ര ബാക്കിയുണ്ടെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഈ ഗ്ലാസ് ബോട്ടിലാവുന്ന സമയത്ത്. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 ടോപ്പ് വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഗ്ലാസ് ബോട്ടിൽ അഥവാ നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടുവാണെങ്കിൽ നമുക്ക് ഗ്ലാസ് ബോട്ടിൽസ് ആയിട്ട് തന്നെ മീഷോന്ന് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ ക്യാപ്പ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുവാണെങ്കിൽ ക്യാപ്പ് മാത്രമായിട്ടും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. എൻ്റെ കയ്യിൽ നിന്നൊക്കെ എപ്പോഴും ഗ്ലാസ് ബോട്ടിൽസൊക്കെ എപ്പോഴും വീണ് പൊളിയാറുള്ള ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതും കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു, വീണ് പൊട്ടുവാണെങ്കിൽ നമുക്ക് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിക്കുന്ന സമയത്ത് ഓപ്പൺ ആക്കാനും പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്ത് വെക്കാനും പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. രണ്ടും 500 ml കപ്പാസിറ്റിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഒരു ഫെനൽ, നമുക്ക് ഓയിലൊക്കെ ജാറിലോട്ടേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെനലും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഫെനലാണ്. പിന്നെ അടുത്തതായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ. പിന്നെ അടുത്തതായിട്ട് വരുന്നത് നമുക്ക് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയിട്ടുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു വാൾ ഹുക്കാണ്. ഇതിങ്ങനെ ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് ഇത് സ്റ്റിക്കർ അടർത്തി മാറ്റിയിട്ട് ചുവരിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു ഹുക്കാണ്. ഇത് ഫ്രീ ആയിട്ടാണ് അവർ വെച്ചിട്ടുള്ളത്. എന്തായാലും ചെറിയൊരു ഗിഫ്റ്റ് ആണെങ്കിലും എനിക്കത് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു താങ്ക് യു കാർഡും അതുപോലെ ഈ ഒരു ചെറിയൊരു ഗിഫ്റ്റും കൂടി വന്നപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് തോന്നി. ചെറിയ ക്യാഷിൻ്റെ കാര്യമാണെങ്കിലും നമുക്ക് ഒരുപാട് സന്തോഷം ചില കാര്യങ്ങളിൽ നമുക്ക് കിട്ടില്ലേ, ചെറിയ ചെറിയ ഗിഫ്റ്റ് കിട്ടുമ്പോൾ അതുപോലെ ഒരു സന്തോഷം കിട്ടി. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് ഓയിൽ സ്പ്രേയറാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്ന ഒരു ഐറ്റമാണ് ഇത്. 200 ml കപ്പാസിറ്റിയിലാണ് ഇത് വരുന്നത്. ഇതും ഇതിൻ്റെ ബോട്ടിൽ ബബിൾ റാപ്പൊക്കെ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ സെക്യൂർ ചെയ്തിട്ട് തന്നെയാണ് ഇവർ അയച്ചിട്ടുള്ളത്. ഇത് ഞാൻ കുറേ ആയിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ച ഒരു ഐറ്റമാണ്. പിന്നെ ബബിൾ റാപ്പൊക്കെ നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊട്ടിച്ച് നോക്കാണ്ട് നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ എന്നെ പോലെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ബബിൾ റാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിച്ച് സമയം കളിയും. പ്രോഡക്റ്റ് നോക്കുന്നതിന് മുമ്പ് അതായിരിക്കും ആദ്യം നോക്കുന്നത്. അപ്പോൾ ഇത് 200 ml കപ്പാസിറ്റിയിൽ വരുന്ന ഒരു ഗ്ലാസിൻ്റെതാണ് കേട്ടോ. ഗ്ലാസ് സ്പ്രേയറാണ് വരുന്നത്.
പിന്നെ ഇത് നമുക്ക് എയർ ഫ്രയർ യൂസ് ചെയ്യുന്ന സമയത്തും അതുപോലെ സാലഡ്സിലും അങ്ങനെ ഒത്തിരി ഓയിൽ ആവശ്യമില്ലാതെ എന്തെങ്കിലും ഐറ്റംസ് ഫ്രൈ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബുൾസൈ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഒഴിച്ച് പോകുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലത്തെ ഒരു സ്പ്രെയർ വാങ്ങി വെക്കുകയാണെങ്കിൽ ചെറിയൊരു കപ്പാസിറ്റിയിൽ മാത്രമല്ലേ സ്പ്രേ ചെയ്ത് വരുമ്പോൾ ഓയിൽ വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക്, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ എന്തായാലും മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു സ്പ്രെയറാണ് കേട്ടോ ഇത്. 200 ml ആണ് വരുന്നത്, 200 ml കപ്പാസിറ്റിയിലാണ് വരുന്നത്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ 4 ഐറ്റം ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയത്. അങ്ങനെ 5 എണ്ണമാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 290 രൂപയാണ്. 290 രൂപ എനിക്ക് ഓഫർ പ്രൈസിന് 240 രൂപക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 240 രൂപയ്ക്ക് എന്തായാലും വേർത്തി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായത്. അത്രയും അടിപൊളി പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായത്. ഇതിൻ്റെ റേറ്റിംഗ് ആണെങ്കിൽ 5 out of 5 തന്നെ ഞാൻ കൊടുക്കും. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ സെറ്റാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിലും ഫ്രീസറിലും ഒക്കെ ഐറ്റംസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സാണ്. ഇതിൻ്റെതാണെങ്കിൽ ലിഡ് ഈ ഒരു ലൈറ്റ് ഷെയ്ഡിലായിട്ടുള്ളതാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായത്. 3-4 കളേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഞാനിതാണ് ചൂസ് ചെയ്തിട്ടുണ്ടായത്. നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റായിട്ട് എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മൂടി ചിലതൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ അടപ്പ് ശരിക്കും അടച്ചു വെക്കാൻ നമുക്ക് പറ്റത്തില്ല, അത്രയും ടൈറ്റിലായിരിക്കും ഇരിക്കുന്നത്. ഇതിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അത് മാത്രമല്ല ഇതിൻ്റെ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആണെങ്കിൽ ഒരു ഡിസൈന് കൊടുത്തിട്ടുണ്ട് സൈഡ് വൈസ് ആയിട്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഡിസൈൻ, പ്ലെയിൻ അല്ല, ഒരു ഡിസൈനായിട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. എല്ലാ കണ്ടെയ്നേഴ്സും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. 5 കണ്ടെയ്നേഴ്സാണ് ഇത് വരുന്നത്. ആദ്യം വലുത്, പിന്നെ അതിൻ്റെ ചെറുത്, അതിൻ്റെ ചെറുതായിട്ട്. നമുക്ക് ഏറ്റവും ലാസ്റ്റ് വരുന്ന കണ്ടെയ്നറിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടിഫിൻ ബോക്സിൽ കറി വേണമെങ്കിൽ ക്യാരി ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിത് ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്ക് 3 കുട്ടികളാണ്. അപ്പോൾ 3 ആൾക്കും ഈ ലഞ്ച് ബോക്സിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ചിക്കൻ ഐറ്റംസ്, പിന്നെ അതുപോലെ ചെമ്മീനോ അല്ലെങ്കിൽ കൂന്തലൊക്കെ വാങ്ങുന്ന സമയത്ത് കുറച്ച് മാത്രമായിട്ട് ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മാറ്റി വെക്കാറുണ്ട്. കുട്ടികൾ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ എളുപ്പമാണല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട്, പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സ് എപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ പോലത്തെ ഇതുപോലെ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സിൽ നമുക്ക് എന്ത് വാങ്ങിക്കുന്ന സമയത്തും എന്തൊരു ഐറ്റം, ചിക്കൻ ആണെങ്കിലും നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് എടുത്തു വെക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക. കണ്ടെയ്നേഴ്സ് ഉണ്ടല്ലോ, ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ റേറ്റ് 229 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത് 170 രൂപക്കാണ്. ഈ ഓഫർ നടക്കുന്നതുകൊണ്ട് തന്നെ 170 രൂപക്കാണ് എനിക്ക് ഈ കണ്ടെയ്നേഴ്സൊക്കെ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഈ 170 രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് 5 കണ്ടെയ്നേഴ്സും ഉണ്ടല്ലോ. നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് വുഡൻ കട്ടിംഗ് ബോർഡാണ്. 2 വുഡൻ കട്ടിംഗ് ബോർഡാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ആദ്യമായിട്ട് ഇതുപോലെ അത് നല്ലൊരു പാക്കേജിലാണ് വന്നിട്ടുള്ളത്. ഒരു കാർഡ് ബോർഡിൻ്റെ പാക്കേജിലാണ് വന്നിട്ടുള്ളത്. അതിങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് റൗണ്ടിലാണ് ഈ കട്ടിംഗ് ബോർഡ് വന്നിട്ടുള്ളത്. അത്ര കട്ടിയൊന്നുമില്ല, കട്ടിയില്ലാത്ത ഒരു പ്രൊഡക്റ്റാണ് ഇത്. പക്ഷെ നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ റേറ്റ് ആണെങ്കിൽ വളരെ കുറവായിരുന്നു. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. കട്ടി കുറവാണ്, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പാക്കേജ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ പൊളിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷേ റേറ്റ് 121 രൂപയാണ്. എനിക്ക് ഓഫറിന് 101 രൂപക്കാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ അത് പ്രൈസ് വെച്ചിട്ട് നോക്കുമ്പോൾ നല്ല അഫോർഡബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡും ഒരു കട്ടിംഗ് ബോർഡ് തന്നെയാണ്. അത് ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് കവറിലാണ് ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്തിട്ടുണ്ടായത്. എനിക്ക് ഈ പാക്കേജ് കണ്ടരും അത്രയൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടില്ല. പക്ഷേ ആ കവർ പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തും കൂടി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതൊരു സെക്യൂറായിട്ട് അയച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ പ്രോഡക്റ്റ്. ഇതും കൂടി ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. അത് മാത്രമല്ല ഈ പ്രോഡക്റ്റിന് ഒരു ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊന്ന് ഒരു ചെറിയൊരു പോർഷൻ ഒരു കളർ ചേഞ്ച് ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡാണ്. പിന്നെ ഇത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. പിന്നെ ഇത് നമുക്ക് വാളിലൊക്കെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഹാങ്ങറായിട്ടും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്രോഡക്റ്റാണ്. പിന്നെ ഞാനിത് തിരിച്ച് അയച്ചിട്ടൊന്നുമില്ല, ബിക്കോസ് ചെറിയൊരു ഡാമേജാണ്, വളരെ ചെറിയൊരു ഡാമേജാണ്. പിന്നെ ചെറിയ ഡാമേജിനൊന്നും നമ്മൾ തിരിച്ചയക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 188 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്.
ഇത് ഓഫറിന് എനിക്ക് 160 രൂപക്കാണ് കിട്ടിയിട്ടുണ്ടായത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഡാമേജ് ഉണ്ട്, ചെറുത്, വളരെ ചെറുത്. അതിനിപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് തിരിച്ചയക്കാനൊന്നും നിൽക്കുന്നില്ല. മനുഷ്യന്മാരല്ലേ, എന്തെങ്കിലും പാക്കേജിൻ്റെ സമയത്ത് എന്തെങ്കിലും ഒരു ഇത് പറ്റിയതായിരിക്കും, അത് കുഴപ്പമില്ല. ഇത് ഞാൻ പറയാൻ കാരണം ഓൾറെഡി ഞാനൊരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നുണ്ട്. എനിക്കൊരു സെക്കൻഡ് ചാനലുണ്ട്, അതിൽ ഞാൻ ബാഗ്സ് പിന്നെ ഷൂസ് ചപ്പൽസ് ഒക്കെ ആയിട്ട് സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കറിയാം നമ്മൾ പാക്കേജ് ചെയ്യുന്ന സമയത്ത് വരുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു കാര്യം ആവുന്ന സമയത്ത് നമുക്കത് കണ്ണെടുക്കാവുന്നതല്ലേ ഉള്ളൂ. നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഇത് കണ്ടില്ലേ, ഇതുപോലുള്ള 3 പീസായിട്ടുള്ള ഒരു നൈഫിൻ്റെ സെറ്റാണ്. 3 കത്തിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതും കുറേ നാളായിട്ട് കാർട്ടിലിട്ട് വെച്ചിരുന്ന ഒരു പ്രോഡക്റ്റാണ്. അധികം യൂട്യൂബേഴ്സും യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്രിൻ്റഡ് ആയിട്ടുള്ള കത്തി ഉണ്ടല്ലോ, അതാണ്. അപ്പം ഇതും കുറേ കാലമായിട്ട് ഇങ്ങനെ വാങ്ങിക്കണം എന്ന് വിചാരിച്ച്. ഇതിനും നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് 193 രൂപയാണ്. ഓഫറിന് എനിക്ക് 150 രൂപക്കാണ് ഈ 3 കത്തി കിട്ടിയിട്ടുണ്ടായത്. ഇതിൻ്റെ പാക്കേജും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാക്കേജ് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഒരു കാർഡ്ബോർഡിൽ വെച്ചിട്ട് അതും ഓരോ കത്തിക്കും ഓരോ കവറായിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള കത്തിയാണ്. നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടാവും. നല്ല ഭംഗിയുള്ള ഒരു കത്തിയുടെ സെറ്റാണ്. പിന്നെ ഇതിൻ്റെ തന്നെ 3 കളേഴ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ ഈ ബ്ലൂ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ മൂന്നാമത് വരുന്ന ഈ കുഞ്ഞൻ കത്തി ഉണ്ടല്ലോ, അതിൽ ഈ വൈറ്റ് കളറുള്ള കവറിങ് അല്ലാണ്ട് അതിൻ്റെ അറ്റത്തായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിങ്ങും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും സെക്യൂർ ആക്കിയിട്ടാണ് ഇവർ ഈ കത്തിൻ്റെ സെറ്റ് അയച്ചിട്ടുള്ളത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇവരെ പാക്കേജും കാര്യങ്ങളും. റേറ്റ് ആണെങ്കിൽ ആ ഒരു റേറ്റല്ലേ വരുന്നുള്ളൂ, ചെറിയൊരു റേറ്റ് അല്ലേ. നല്ല മൂർച്ചയുണ്ട് കേട്ടോ ഈ കത്തിക്ക്. ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ചെറിയ റേറ്റ് ആണെങ്കിലും കത്തിയുടെ മൂർച്ചയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നല്ല മൂർച്ചയുള്ള ഒരു പ്രൊഡക്റ്റാണ്, നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഒരു ചെറിയ പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിൻ്റെ റിവ്യൂവും കൂടി കാണിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് റിവ്യൂ അവസാനിക്കുകയാണ്. അത് ഒരു കുഞ്ഞും പാക്കേജിങ് ആണ്. ഇതും ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ കാർട്ടിൽ ഇട്ട് വെച്ചിരുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് കാണാം. ഞാൻ ഓൾറെഡി ഈ പാക്ക് പൊളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വെറുതെ ഒന്ന് കടലാസിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചതാണ്. ഇത് പിന്നെ വേറൊന്നുമല്ല, സെറാമിക്കിൻ്റെ ഒരു ജാറാണ്, നമ്മുടെ കുഞ്ഞൻ ഭരണി. ഇത് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ നോക്കി വെച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെറാമിക്കിൻ്റെ പ്രോഡക്റ്റൊക്കെ. പക്ഷേ നമുക്ക് എന്താ പറയുക, നല്ല റേറ്റ് ഉണ്ടായിരിക്കും അല്ലേ ഈ പ്രോഡക്റ്റിനൊക്കെ. അതുകൊണ്ട് തന്നെ വാങ്ങാൻ പറ്റില്ല. അപ്പം ഇത് ഒരു ചെറിയ റേറ്റിന് വരുന്നതാണ്. 2 എണ്ണത്തിൻ്റെ കോംബോ സെറ്റാണ് വരുന്നത്. ഇത് ഒന്നിന് 60 രൂപയായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഭരണിയല്ലേ ഇത്. ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പിക്കിളോ ഉപ്പോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് വെക്കാം. അപ്പോൾ ഞാനിത് ഉപ്പിട്ട് വെക്കാനാണ് വാങ്ങിച്ചിട്ടുള്ളത്. വളരെ കുഞ്ഞൻ ജാറാണ്. ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ 60 രൂപയാണ് വരുന്നത്. വൈറ്റും ബ്രൗൺ കോമ്പിനേഷനിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ചെറുതും വലുതും കപ്പാസിറ്റി കൂടിയതും ഒക്കെ ആയിട്ടുള്ള ജാർസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി വാങ്ങിക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ, വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.